പിള്ളേർ നിങ്ങൾ ഇരിക്കാന് അമ്മണിക്ക് ഇങ്ങനെ ഇരുന്നേ സീറ്റില്. ഞാൻ എന്താന്ന് ആദ്യമായിട്ടാ കാർ ഓടിക്കുന്നത്. ഓ ശരിയാ മോനെ, തലകത്തിട്ടെ. അതുകൊണ്ടാണ് രണ്ടുപേരോട് അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞ സീറ്റില്. അമ്മ നല്ല രസമാണെങ്കിൽ നിന്ന് പോകാനേ, കാടൊക്കെ കണ്ടുപോകാല്ലോ. രാത്രി പിന്നെ വേറെ വണ്ടികളൊന്നും ഇല്ലല്ലോ, അതൊക്കെ പോയാൽ മതി അമ്മ. വല്ല സിംഹവും പുലിയും വല്ല വരുവാണെങ്കിൽ പിന്നെ ഞാൻ ആപ്പാടെ അറയ്ക്കും, വണ്ടി നിന്ന് പോകും. പിന്നെ ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കും, അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടാവുന്നതാണ് ഞാൻ പറഞ്ഞത്. നീരജയുടെ വീട്ടിൽ നാളെ പോയാൽ മതി ഞാൻ ഇവളോട് പറഞ്ഞ. വെറുതെ വൈകിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മളെപ്പോൾ എത്തും? നേരം വെളുക്കൂല അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ രാത്രി മൊത്തം ഈ യാത്ര ചെയ്യണ്ടേ കാറിൽ? ശാന്ത ചേച്ചിയോട് പറഞ്ഞതാ നമ്മളോട് വരാൻ. അവരെ ഇൻവൈറ്റ് ചെയ്തായിരുന്നല്ലോ ആലുകാറ്റിന്. അപ്പോൾ ശാന്ത ചേച്ചിക്ക് ഇന്ന് എനിക്ക് ബ്രൈഡൽ വർക്ക് ഉണ്ടെന്ന് തന്നെ വരാഞ്ഞത്. അമ്മണിയപ്പം മാത്രം പറഞ്ഞു വിട്ടത്. പെട്ടെന്ന് വണ്ടി വിടുന്ന വിട്ടോ, സ്പീഡ് കൂട്ടിക്കോ. എന്തുകൊണ്ട് പിള്ളേരെ കേട്ടത്? ഇത് ശാരദ സൂക്ഷിച്ച് ഓടിക്കണേടി. ഒന്നാമത് കൊടുങ്കാടാ. വണ്ടിക്കല്ലെങ്കിൽ എന്തിനു സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? വണ്ടിക്കാണെങ്കിൽ വലിയ പെട്രോളുള്ള വണ്ടിയൊന്നും അല്ലത്. മറ്റേ ശാന്തേച്ചിട്ടൊക്കെ വണ്ടി എടുത്താൽ മതിയായിരുന്നു. അത് പക്ഷേ വലിയ വണ്ടി ഇല്ല, അതുകൊണ്ട് ഞാൻ അത് എടുക്കാത്തത്. ഇതാകുമ്പോൾ പിന്നെ വെയിറ്റിലൊക്കെ വണ്ടി ഞാൻ പറഞ്ഞാൽ ഞാനത് എടുത്തത്. ഇതാകുമ്പോൾ കുറച്ച് ഓടിക്കാൻ എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എങ്കിലേ മറ്റേ വണ്ടിക്കാണെങ്കിൽ എട്ടുറപ്പുണ്ടായിരുന്നു മുകളിൽ. ഇതാണെങ്കിലോ മുകളിൽ വെച്ച് എനിക്ക് ഓപ്പണായിട്ട് കിടക്കും. വല്ല കൂലിയോ വല്ല സിംഹമോ വല്ല വന്ന് എന്ത് ചെയ്യും? ചാടി കയറുകയും ചെയ്യുമല്ലോ. നമ്മളിപ്പോ കുറേ ദൂരം താണ്ടിയല്ലോ, ഇനിയൊക്കെ തിരിച്ചു പോയിട്ട് കാര്യമില്ല. ഇത്രയും ദൂരം തന്നെ കാണുമായിരിക്കും തിരിച്ചു പോകുമ്പോഴും. എങ്ങനെയാണ് ഈ കാടിന്റെ നടുവിലും എത്തിയെന്ന് തോന്നുന്നു. നീ നേരെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് വീട്ടിലോട്ട് എത്തും. എന്നിട്ട് നിങ്ങൾ തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് പോകുന്നു. അങ്ങോട്ട് പോകുന്നത് ഒരേ ദൂരം തന്നെ. നീ ഒന്നും പേടിക്കണ്ട ശാരദ, ധൈര്യമായിട്ടങ്ങ് വണ്ടി ഓടിച്ചാൽ മതി. പേടിച്ച് കഴിഞ്ഞാൽ പിന്നെ പാടാവും കേട്ടോ. എന്താ ചെയ്യും അമ്മ? ഇനി പറയാമ്മ എന്ത് ചെയ്യും? ആന ഇവിടെ ഇവിടെ അടുത്തുണ്ട് കേട്ടോ. നീ പേടിക്കൊന്നും വേണ്ട. എന്തായാലും കാട്ടിലെങ്ങനെ ആയിരിക്കും, റോഡിലോട്ടിന് ഇറങ്ങിയിട്ടില്ലല്ലോ. നീ അങ്ങ് ഓടിക്ക് വണ്ടി. ശരിയാ, കാട്ടിലെങ്ങാണ്ടാന്ന് തോന്നുന്നു കരഞ്ഞത്. നീ പേടിക്കാതെ ഓടിക്ക്. അയ്യോ, ഒരു ആനയല്ലേ വരുന്നത്? ഞാൻ കണ്ടില്ലമ്മേ. എനിക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല. ഞാൻ നോക്കി കഴിഞ്ഞാൽ വണ്ടി എങ്ങോട്ടല്ലേ കയറും. ഞാൻ നോക്കുന്നില്ല അങ്ങോട്ട്. നിക്ക് നിക്ക്. നിക്കാനാ പറഞ്ഞത്. തളർന്നു കയ്യൊക്കെ. വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. എന്നെ വെട്ടിച്ചങ്ങ് പോവാണോ? ഞാൻ ഓടി ഓടി എത്തും നിങ്ങളുടെ അടുത്ത് തന്നെ. ശരിയാടി, രണ്ട് കൽപ്പിച്ച പോലെ അമ്മണി പറഞ്ഞൊക്കെ ചെയ്യും. പിന്നെ നിന്ന് നമ്മളത്തെ പൊട്ടന്മാരല്ലേ നിൽക്കാന്. അവൻ്റെ ഒരു ലിറിലില്ലാറില്ല. അയ്യോ എൻ്റെ പൊന്നെ, ഇത്ര സ്പീഡിലൊക്കെ എനിക്ക് ഓടിക്കാൻ അറിയാമായിരുന്നു. പേടി കൊണ്ടങ്ങ് ഓടിച്ചു പോയതാ. നമ്മളെന്തായാലും രക്ഷപ്പെട്ടല്ലോ. നിങ്ങൾ ഇനി അവിടെ ധൈര്യം കളയാതെ. എന്തൊക്കെ മുറുമുറുപ്പൊക്കെ കേൾക്കുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ. അത് കാട്ടിലുള്ള പല പല ജീവികളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ചീവീടോ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഇതൊക്കെ ആയിരിക്കും. കാടാകുമ്പോഴത്തേക്ക് രാത്രി സൗണ്ട് കേൾക്കത്തില്ലേ? പിന്നെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഞാൻ പറയുന്ന കാര്യമില്ല. നമ്മളെങ്കിൽ രാത്രി എവിടെ പോയി കഴിഞ്ഞാൽ ആണുങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും കൂടെ വേണം. ഈ പെണ്ണുങ്ങൾ മാത്രമായിട്ട് ഒറ്റയ്ക്ക് പോരെന്ന് പറഞ്ഞതാണ്. അത് പിന്നെ നമ്മൾ ബസ്സിലും ട്രെയിനിലൊന്നും അല്ലല്ലോ അമ്മേ, കാറിലല്ലേ. അതുകൊണ്ടല്ലേ നമ്മൾ പിന്നെ ഒന്നിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചത്. ചേട്ടന്മാരൊന്നും കൂട്ടാതെ. അവർ പിന്നെ വരുന്നില്ലെന്ന് പറഞ്ഞോണ്ടല്ലേ. അതുകൊണ്ടൊന്നും അടി ഇപ്പോൾ പണി കിട്ടി നമുക്കല്ലേ. അയ്യോ, നമ്മൾ പെട്ടെന്ന് അതോന്നതേ മഴ പെയ്യുന്നു. ഇപ്പം രസമുണ്ട്. പനി പിടിക്കുന്നത് ഭയങ്കര രസമായിരിക്കും. എന്ത് ചെയ്യും പിള്ളേരെ? നിങ്ങളത് കാര്യം തല കൈ വെക്ക്. തലയിലോട്ട് വെക്കാത്ത കുഴപ്പമുള്ളൂ. ശാരദേ, മഴയുടെ ശക്തി കൂടിക്കൂടി വരും കേട്ടോ. തല കൈവൊന്നും വെച്ചിട്ട് കാര്യമില്ല. എവിടെയെങ്കിലും വണ്ടി നിർത്തി ഒതുക്കി നിർത്താൻ നോക്കും. മരത്തിൻ്റെ ചോട്ടാ ഇപ്പോൾ നിൽക്കാം. അല്ലെങ്കിൽ നനഞ്ഞു പോയി കഴിഞ്ഞാൽ പിള്ളേർക്ക് പനി വന്നാൽ എന്ത് ചെയ്യും? എങ്ങനെ കൊണ്ട് നിർത്തുവന്നേ കാട്ടില്ലേ? നമ്മൾ അതിനകത്ത് രക്ഷപ്പെട്ട ഇത് ഇവിടെ വരെ എത്തിയത്. ഇനിയിപ്പോൾ നമ്മൾ ഉടനെയൊക്കെ നിർത്തുവാണെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾ തന്നെ വന്ന് എന്ത് ചെയ്യും? എടി, നല്ല സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ഏതാണെന്ന് നോക്കടി നീ. അങ്ങനെ അവിടെ നല്ല നിർത്ത്. മൃഗങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെയുള്ള സ്ഥലം വല്ലതും ഉണ്ടെങ്കിൽ നിർത്ത്. ഡ്രസ്സ് കുറച്ച് നനഞ്ഞിട്ടുള്ളൂ. ചാറ്റൽ മഴയുണ്ട്. പിന്നെ
ശരിയാ, എവിടെയെങ്കിലും നിർത്താം. നല്ല മരങ്ങളല്ലോ. നിങ്ങളൊന്ന് നോക്ക്, ഏതെങ്കിലും സ്ഥലത്ത് പറ, എവിടെ നിർത്തിട്ട് നോക്കിയിട്ട് പറ. എനിക്ക് അങ്ങനെ സ്ഥലങ്ങളൊന്നും പെട്ടെന്ന് നോക്കാൻ പറ്റില്ല. ഞാൻ വണ്ടി ഓടിക്കുന്നത്. നല്ല സ്ഥലം കണ്ടു കഴിഞ്ഞാൽ പറ. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പെട്ടെന്ന് ഇടത്തോട്ട് തിരിക്കണേ. അല്ല ഇടത്തോട്ട് തിരിക്ക് വണ്ടി. ആ ഭാഗത്ത് അവിടെ ഒരു മരം നിൽക്കുന്നു, വലിയൊരു മരം. അങ്ങോട്ടാന്നമ്മേ. ശരി ശരി, അവിടെ ഒരു വലിയ മരം നിൽപ്പുണ്ട്. ഞാൻ നമ്മളെ കൊണ്ട് നിർത്താം. ഇത് നല്ല പുകയും തോന്നില്ല അമ്മേ. മഴയൊക്കെ ഇവിടെ പെയ്യുന്നുണ്ട്. നമുക്ക് അകത്ത് കയറിയത് പുകയ്ക്കകത്ത്. അമ്മേ ഗുഹയ്ക്കകത്തൊക്കെ എങ്ങനെ കയറും അമ്മേ? ഇതിനകത്ത് എന്തായാലും സിംഹത്തിന്റെ മണം എന്നാ പറയാൻ പറ്റുമോ? ശരിയാ പിള്ളേരെ, സിംഹപാടം എന്നാന്ന് അറിയാൻ പറ്റുമോ? ബോസ് ഇങ്ങോട്ടാ ഒതുങ്ങി നിന്നാ പോരെ. നിങ്ങളൊക്കെ ആരാ? അയ്യോ, ചേട്ടൻ നിൽക്കുന്നത്. ചേട്ടൻ ഞങ്ങളാക്കി ഇതുവഴി കാറേ പോകുമായിരുന്നു. അപ്പോൾ മഴ പെയ്തു. ഓപ്പൺ ആയിട്ടുള്ള കാറാണ് ഞങ്ങളുടെ. അപ്പം മഴ നനയായിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്നതാ. ഈ ഗുഹയിലെന്താ ചേട്ടൻ്റെ വീടാണിത്? ഓ പാവങ്ങള്, മഴ നനയായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, അകത്തോട്ട് കയറുവാ. ഞാൻ താമസിക്കുന്ന സ്ഥലമാ. എടി ഇയാൾ വല്ല കള്ളനെ പിടിച്ചു കൊടുക്കാനും അല്ല വന്നു, കാട്ട് കൊള്ളക്കാനും അല്ല വന്നു. പേടിയാന്ന് പറഞ്ഞിട്ട്. ശരിയാണ് പക്ഷേ എനിക്ക് പേടിയല്ലേ. അങ്ങനെയല്ല, കാട്ട് കൊള്ളക്കാനാണോ എനിക്കറിഞ്ഞൂടെ. അമ്മൂമ്മ അമ്മൂമ്മ അകത്ത് കയറാം. അമ്മൂമ്മ വെറുതെ എന്തിനാ ഇവിടെ മഴ നനയുന്നേ? പിള്ളേർക്ക് വല്ല മഴ നനഞ്ഞ് പനി പിടിച്ചാൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സൈഡിൽ വന്ന് നിന്നത്. എടിന്ന വാഹനയോ ധൈര്യമായിട്ട് നമുക്ക് അകത്ത് കയറാം. പിന്നെ പുലിമടയാന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു ഞങ്ങൾ ഇവിടെ. സിംഹത്തിന്റെ മടയാന്നൊക്കെ പേടിച്ചിരിക്കുമായിരുന്നു. വാ മോനെ, വാ വാ വാ. എന്നാ പെട്ടെന്ന് വാ മക്കളെ. മലറിന, നീ മര്യാദയ്ക്ക് ഇരിക്കുന്നു, നിനക്ക് നല്ലത്. ഞാൻ തീരുമാനിക്കും നീ എപ്പോൾ പോകണം പോകണ്ടെന്ന്. മര്യാദയ്ക്ക് അവിടെ നൃത്തം ചെയ്യും. വേറെ അതിഥികൾ എത്തിയിട്ടുണ്ട് അവിടെ. വാ എല്ലാരും കയറി വാ. ഇതെന്താ ഇവിടെ സംഭവം? എല്ലാരും മാറിക്ക് സൈഡിലോട്ട്. അയ്യോ, നമ്മളോട് കയറി വരാൻ പറഞ്ഞ ആ പുള്ളിക്കാരൻ എന്തേ? ആ മറ്റൊരു ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ, ആ പുള്ളി എവിടെ? ആ പുള്ളിയുടെ അച്ഛനും ജ്യേഷ്ഠനും വല്ലതും ആണോ നിങ്ങൾ ആരാ? മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞേക്കാം, അങ്ങോട്ട് മാറിക്ക് എല്ലാവരും. ഇതെന്തിനാ ഈ പുള്ളി ദേഷ്യപ്പെടും നമ്മളോട്? ആ മറ്റേ ആള് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ കയറി വന്നത്. ഒരു വീട്ടിൽ വരുമ്പോൾ ഒരാളോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. ചേട്ടാ, എന്തായാലും ബലാറിനാണ് ഡാൻസ് കാണാൻ കൊള്ളാലോ. ഈ ബലാറിനെ ആരായിരിക്കും പറഞ്ഞത്? പറയുന്ന അനുസരിക്കാൻ വയ്യ. ആ മൂലയ്ക്കോട്ട് മാറിക്ക് എല്ലാവരും. ഇവിടെ നിന്നാ മതിയോ? എല്ലാത്തിനും ഇനി ചങ്ങലെ ബന്ധിക്കാൻ പോകും ഞാൻ. അയ്യോ, ഇയാള് ദുഷ്ടനായിരുന്നോ? അയ്യോ, നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. എന്താ മറ്റേ അയാള് ഞങ്ങളെ വിളിച്ചു കയറ്റിയ അയാള്? അയാള് തന്നെ ഞാൻ വേഷം മാറി വന്ന് വിളിച്ചാ നിന്നെയൊക്കെ. ഞാൻ ഇവിടുത്തെ മന്ത്രവാദി. എന്നാ പിടിച്ചോ ചങ്ങല, ഓടി രക്ഷപ്പെടാൻ പോന്നു. അയ്യോ, ഇയാള് മന്ത്രവാദിയായിരുന്നോ? നമ്മളയാള് പറ്റിക്ക് വരുന്നു. മന്ത്രവാദി, നിങ്ങൾ എന്നെ ഒന്ന് വിട്. എന്താ പലറിഞ്ഞേ? നീ അവിടെ ഇറങ്ങിയിരിക്കും. എനിക്ക് നൃത്തം ചെയ്തത് വയ്യ. അവരെ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഇനി എങ്കിലും എന്നെ വിട്ടുകൂടെ? അയ്യോ, രണ്ടു കൂട്ടരോടാ പറയുന്നത്. ബാലറിനെ കൊള്ളാം, നിങ്ങളും കൊള്ളാം. മര്യാദയ്ക്ക് നിന്നോണം ഇവിടെ. Tung 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 sahur. Anomali mengerikan yang hanya keluar pada sahur. Konon katanya kalau ada orang yang dipanggil sahur 3 kali dan tidak nyaut, maka makhluk ini datang di rumah kalian. Hi, seremnya. അതാണ് സൗണ്ട് കേട്ടത്. തുണ്ടും സഹോറോ? അയാളെന്തിനാ ഇപ്പൊ ഇവിടെ വരുന്നേ? ബലേറിന, നീയാണോ അയാളെ വിളിച്ചു വരുത്തിയത്? ഞാൻ സഹോദരനെ വിളിക്കാൻ എന്റെ ഫോണൊന്നും ഇല്ലല്ലോ. അയ്യോ, നമ്മളെ ആരെല്ലാം കൂടെ ചേർന്ന് ആക്രമിക്കാൻ പോകുന്നത്? മന്ത്രവാദി, ബലേറിന, സഹൂർ. അയ്യോ, നമ്മുടെ കാര്യം പോക്കായല്ലോ. അയ്യോ, സഹോദരൻ എത്തി. സഹൂറോ? നീ എന്റെ ബലേറിനെ പിരിച്ചു വെച്ചേ കൊല്ലടാ. ഇപ്പൊ ഞാൻ നിന്നെ കാണിച്ചു തരാം. എടാ, നിന്നോട് ആര് പറഞ്ഞില്ല എന്റെ ബാലറിനെ ഇവിടെ നിർത്തി ഡാൻസ് ചെയ്യിപ്പിക്കാന്? കുറെ നേരമായി തോന്നുന്നുണ്ട് അവിടെ നിന്ന് ഡാൻസ് ചെയ്യുന്നത്. നിന്നോട് പറഞ്ഞില്ല അവിടെ ഇവിടെ പിടിച്ചോണ്ട് വരാന്. എടാ മന്ത്രവാദി. അയാൾ എവിടെ പോയി? ആ മന്ത്രവാദി അവരൊക്കെ രക്ഷപ്പെട്ട് പോകെങ്കിൽ പോട്ടെ. എന്തായാലും ആ മന്ത്രവാദിയുടെ കാര്യം ഞാൻ എന്തായാലും ശരിപ്പെടുത്തിയല്ലോ. വാ, നമുക്കിനി രക്ഷപ്പെടാം.